വെൽക്കം ടു പൊന്നു ബ്യൂട്ടി വ്ളോഗ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. പിന്നെ കൂട്ടുകാർക്കും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അപ്പോൾ ഓണമാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഓണത്തിന് മുമ്പ് നമുക്ക് ഒരു സെറ്റുമുണ്ട് എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് സെറ്റുമുണ്ട് കൊടുക്കാം എന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? വയോ. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കുന്നത് സെറ്റും കൊണ്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഉടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ സെറ്റ് സാരി എടുക്കണില്ല, എൻ്റെ കയ്യിൽ സെറ്റ് സാരി ഇല്ല, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സെറ്റ് മുണ്ട് വെച്ചിട്ട് നമുക്കിന്നൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. സെറ്റ് കൊണ്ട് എങ്ങനെ ഉടുക്കാം എന്നുള്ളൊരു വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ കണ്ടുപിടിക്കേണ്ടത് സെറ്റ് മുണ്ട് ഏതാ, നേരിയത് ഏതാണെന്ന്. നേരിയതെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉടുക്കുന്ന സാരി പോലെ അത് ഏതാണെന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ നമ്മുടെ ആദ്യം ഈ സെറ്റ് മുണ്ടിലും സെറ്റ് സാരി, അതായത് ഈ രണ്ട് സംഭവം ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ വീതിക്ക് പിടിക്കുക. ഇങ്ങനെ നിവർത്തി പിടിക്കുമ്പോൾ ഇവിടെ കുറച്ച് എക്സ്ട്രാ കാണും. ഈ എക്സ്ട്രാ കാണാൻ നമ്മുടെ മുണ്ട് വരുന്നത്. വീതി കൂടുതലുള്ളത് ഏതാണോ, ഇവിടെ വീതി കൂടുതലുള്ളത് ഏതാണോ അതാണ് നമ്മുടെ മുണ്ട് വരുന്നത്. ഇതാണ് അപ്പോൾ നമ്മുടെ മുണ്ട്. ഇത് നമ്മുടെ നേരിയത്. അപ്പോൾ എനിക്ക് അതായത് നമ്മുടെ ഒറ്റ മുണ്ടായിട്ട് നമുക്ക് കിട്ടില്ല, ഡബിൾ മുണ്ടാണ് നമ്മുടെ മുണ്ടായിട്ട് വരുന്നത്. ഒറ്റ മുണ്ടാകുമ്പോൾ ഒരുപാട് വൃത്തികേടാവും. അപ്പോൾ നമുക്ക് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നേരിയതും മുണ്ടും ഏതാണെന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ നേരിയതും മുണ്ടും എങ്ങനെ തിരിച്ചറിയാമെന്ന്. എല്ലാവരും കൂടുതൽ വീതി കൂടുതലുള്ള ഇതായിരിക്കും. കാരണം കുറേ ഞൊറി ഇവിടെ നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ അറിയാത്തവരെല്ലാവരും മുണ്ടായിരിക്കും നേരിയതായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമുക്കിനി ഇത് ഉടുക്കുന്ന വീഡിയോ കാണിച്ചു തരാം. വളരെ എളുപ്പമാണ് കേട്ടോ ഉടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു അണ്ടർ സ്കേർട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് ഇത് നല്ലപോലെ കെട്ടി കഴിയുമ്പോൾ നമുക്കൊരു വിരൽ നമ്മുടെ കൈ ഇങ്ങനെ താഴോട്ട് വയ്ക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ടൈറ്റിൽ വേണം നമ്മളിത് കെട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഊരി പോകാനും പാടില്ല. പിന്നെ ഇത് നമ്മൾ അണ്ടർ സ്കേർട്ട് കെട്ടുമ്പോൾ നമ്മുടെ പുക്കിളിൻ്റെ നേരെ മുകളിലും പാടില്ല, താഴെയും പാടില്ല. കറക്റ്റ് ആ ഇതിൽ വേണം നമ്മൾ അണ്ടർ സ്കേർട്ട് കെട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അണ്ടർ സ്കേർട്ട് ഇട്ടിൻ്റെ അടിയിൽ നമ്മളൊരു ചെറിയൊരു ലെഗിൻസോ അതല്ലെങ്കിൽ ഒരു ചെറിയ 3/4 പാൻറ്റോ വൈറ്റ് കളറിലുള്ളത് ഇടുകയാണെങ്കിൽ നമുക്ക് ഈ സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി നമുക്ക് കൊടുത്തിട്ട് നടക്കേണ്ടി വരുമ്പോൾ ഉള്ളിലോട്ട് ഇങ്ങനെ തട്ടി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല നടക്കാൻ. നമുക്ക് അത് കഴിയുമ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ പാവാടയും ഇട്ട് നമ്മൾ സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഓടി ചാടി എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാരി അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ നമ്മൾ ഇടുമ്പോൾ അത്യാവശ്യം ഹീലിൻ്റെ ചെരുപ്പ് നമ്മൾ ഇട്ടിരിക്കണം. അപ്പോഴേ നമുക്ക് ഈ സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി ഉടുക്കുമ്പോൾ കറക്റ്റ് ഇറക്കത്തിന് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ ഒരു വൃത്തികേട് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ചെരുപ്പ് ഇടാണ്ട് നമ്മൾ സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് ഉടുത്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെരുപ്പ് ഇടുമ്പോൾ ഒരുപാട് കയറിയിരിക്കും നമ്മുടെ സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഹീലിൻ്റെ ഒരു ചെറിയ ചെരുപ്പ്, നിങ്ങൾ ഏത് ചെരുപ്പാണ് ഇടുന്നത് ആ ചെരുപ്പ് ഇട്ടിട്ട് വേണം നിങ്ങൾ സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് കൊടുക്കാൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ സെറ്റ് മുണ്ട് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്റർ നോക്കുക. സെൻറ്റർ നോക്കിയിട്ട് ഈ സംഭവം രണ്ട് സൈഡിലും നമുക്ക് ഈ കസവ് ഉള്ളത് കൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് മടക്കുകയാണ്. മടക്കിയിട്ട് ഈ ഒരു വീതിക്ക് ഇങ്ങനെ ഒന്ന് മടക്കുകയാണ്. മടക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. മടക്കി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ തിരിച്ചും എടുത്ത് വരുമ്പോൾ ഈ ഒരു കസവ് നമുക്ക് ഫ്രണ്ടിൽ അങ്ങനെ കാണില്ല. രണ്ട് കസവ് ഉള്ള പോലെ നെല്ല് പോലെ നമുക്ക് തോന്നില്ല. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കിയിട്ടൊന്ന് താഴോട്ട് ഇങ്ങനെ ചുരുങ്ങി കിടക്കണേ ഒന്ന് സെറ്റാക്കി കൊടുക്കണേ. ഒന്ന് കൈ കൊണ്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നമ്മൾ അല്ലാണ്ട്
തേപ്പ് പെട്ടി വെച്ചിട്ടൊന്നും തേക്കേണ്ട ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ ഒന്ന് തേച്ച് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി, അത് സെറ്റ് ആയിക്കോളും. അതുപോലെ പിന്നെ ഒന്ന് കുത്തി വെക്കണ്ട. പിന്നൊക്കെ കുത്തി വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് കീറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇറക്കം നോക്കുക. ഇറക്കം നോക്കിയിട്ട് ഇവിടെ ഒന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഒന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് സെൻറ്റർ നോക്കി ടക്കിങ് ചെയ്ത് കൊടുക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചാൽ ഫ്രണ്ടിലെ കസവ് വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് വൃത്തികേടായിട്ട് കിട്ടും. അപ്പോൾ ബാക്കിൽ ഇപ്പോൾ ടക്കിങ് ചെയ്യാൻ നിൽക്കണ്ട, നമുക്ക് ലാസ്റ്റ് ടക്കിങ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇത്രയും നമുക്ക് ബാക്കിയുണ്ടാവും, ഇത്രയോളം ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെയും ഒന്ന് മടക്കണം. മടക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ മടക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതായിരിക്കും. ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ നമുക്ക് നടക്കുമ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് അങ്ങനെ കാണില്ല. എല്ലാം കൂടി ഒരുമിച്ച് ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ കണ്ടുവെന്ന് വരും. നമ്മൾ പിന്നെ കുത്തുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇത്രത്തോളം പിന്നെയും ബാക്കി കിടക്കല്ലേ. അപ്പോൾ അതിനെ നമ്മൾക്ക് ഒന്നും കൂടി മടക്കാം. ഈ കറക്റ്റ് ഇതിനെ എല്ലാം പിടിച്ച് ഇതാക്കുകയാണെങ്കിൽ ഇതുപോലെ ഈ ഒരു വീതിക്ക് തന്നെ കറക്റ്റ് ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറെ എവിടെയും അങ്ങനെ ചുരുങ്ങിയോ എക്സ്ട്രാ നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു വലുപ്പത്തിന് തന്നെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കസവ് നമുക്ക് കറക്റ്റ് സെൻറ്ററായിട്ട് വരും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നേരെ കിടക്കുന്നില്ല, അടിഭാഗത്ത് നേരെ കിടക്കുന്നില്ലെങ്കിൽ ഇവിടെയും കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒന്നും കുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതും കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഒന്ന് ഇറക്കവും നോക്കിയിട്ട് ഒന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ടക്കിങ് ചെയ്ത് കൊടുക്കുകയാണ്. ടക്കിങ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്ന് ഉള്ളിലോട്ട് ടക്കിങ് ചെയ്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ടക്കിങ് ചെയ്യാത്ത സൈഡിലേക്ക് ബാക്കിലേക്ക് ഒന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കാം. ബാക്കിൽ ഇറക്കമൊക്കെ നോക്കിയിട്ട് ടക്കിങ് ചെയ്ത് കൊടുക്കും. നേരെ തന്നെ ടക്കിങ് ചെയ്ത് കൊടുക്കണേ. ഇവിടെ കുറച്ച് ബാക്കി ഉണ്ടാവും, ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സെറ്റ് മുണ്ട് നല്ല രീതിയിൽ നമ്മൾ ഉടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് നേരിയത് നമ്മൾ ഉടുക്കണം. ഇനി നമുക്കിവിടെ നടക്കുമ്പോൾ ഒന്നും കാണത്തില്ല, കണ്ടോ? ഇവിടെ അങ്ങനെ കാണുന്നില്ല, ഒരുപാട് വണ്ണം ഉള്ളത് പോലെ നമുക്ക് തോന്നിക്കത്തില്ല. നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരിയത് എടുക്കാം കേട്ടോ. വിരൽ വെച്ചിട്ട് നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അത്രയും വലുപ്പത്തിന് നമുക്കിവിടെ ഒരു വീതി എടുക്കാം. എന്നിട്ട് നമുക്ക് ചെറുതാക്കിയിട്ട് ഒന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കുറേ ഞൊറിയായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ആ ഫ്രണ്ടിൽ ഇത് മാത്രം കുറച്ച് വീതിക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് ആ ഞൊറിയുടെ കുറച്ച് ഇത് വന്ന് നിൽക്കും. കുറച്ചും കൂടി ഇതിങ്ങനെ കുടഞ്ഞു കൊടുത്താൽ താഴെ വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വിട്ടു പോകും. കുറച്ച് വലിയ പിന്നെടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉള്ളിലോട്ട് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളതവിടെ പിൻ ചെയ്തു. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഞൊറി ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ബാക്കിലോട്ട് ഈ ഞൊറി അല്ലാണ്ട് വേറെ ഞൊറി ഇങ്ങോട്ട് ഒരുപാട് വന്നിട്ടില്ല. നമുക്ക് ഇത് വേണമെങ്കിൽ തേച്ച് കൊടുക്കാം, പക്ഷെ ഞാൻ അവിടെ തേക്കുന്നില്ല. തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റായി പിൻ ചെയ്തിട്ട് പിന്നൊക്കെ നമുക്ക് അഴിച്ചെടുക്കണം. അതുകൊണ്ടാണ് പേടിക്കണം. അപ്പം ഒരുപാട് ടൈറ്റിലായാലും പിൻ ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കതകിൻ്റെ ബാക്കിൽ മുകളിലത്തെ ഇതിൽ നമ്മുടെ സാരിയുടെ തുമ്പി ഇതുപോലെ പിൻ ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പം ഇങ്ങനെയാണ് തോന്നിയത്. നമ്മൾ തോളിലിട്ട് കഴിയുമ്പോൾ നമുക്കതിനനുസരിച്ച് ഇറക്കവും നോക്കാം, നമുക്കനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
നിങ്ങളിത് തലേ ദിവസം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴാണ് നിങ്ങൾ സെറ്റ് മുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് പെട്ടെന്ന് കൊടുത്ത് പോകാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ സെറ്റാക്കി വെച്ചതായിരുന്നു, പക്ഷേ ഇതിൽ നേടിയതും മുണ്ടും കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അറിയാത്തവർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഞാനിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനത് അഴിച്ചിട്ട് പിന്നെ ഒന്നീന്ന് സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ഇറക്കം നോക്കാം. ഇറക്കം നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഇറക്കം മതി, കറക്റ്റാണ്. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഈ തുമ്പ് നമ്മളിങ്ങനെ എടുത്തിട്ട്, നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇറക്കാണ്. അപ്പോൾ അതങ്ങോട്ട് വിട്ടിട്ട് ഇപ്പം തന്നെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് വെക്കുമ്പോൾ പിന്നെ നമുക്ക് താഴോട്ട് എടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ വലിയ പിൻ തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ പിൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് താഴോട്ട് വരുമ്പോൾ ഞാൻ തേക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തേക്കുമ്പോൾ എല്ലാവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെ ഉള്ളത് വരെ തേക്കും. കാരണം ഇവിടെ വരെ നമ്മൾ ഞൊറി വരുമല്ലോ, ബാക്കിലോട്ട് അവർ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഞൊറി നമ്മൾ എടുത്ത് തേച്ച് വിട്ട് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ ആ നമ്മളിങ്ങോട്ട് സെറ്റ് ചെയ്യുമ്പോൾ ആ തേപ്പിൻ്റെ ആ ഇത് അങ്ങനെ കാണും. നമ്മൾ തേച്ച് ഇങ്ങനെ ആക്കി വെച്ചത് അവിടെ കാണാം. അപ്പോൾ നമുക്കത് ആ കറക്റ്റ് ഞൊറിയായിരിക്കില്ല ചിലപ്പോൾ അവിടെ വരുമ്പോൾ കിട്ടുക. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് മാത്രം നമുക്കിങ്ങനെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. കറക്റ്റ് ഇതാക്കിയിട്ട് അതിനുള്ള ഇതേ ഉള്ളൂ. നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ട് ഒരുപാട് തേക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു പീറ്റ് എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുവരാം. ബാക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് ഇവിടുത്തെ ഇത് കറക്റ്റ് സെൻറ്ററായിട്ട് വരുന്നുണ്ടോ നോക്കണം. അതല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ. അത് കറക്റ്റ് സെൻറ്റർ വരുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് വേണം നമുക്കിവിടെ ടക്കിങ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് സെൻറ്റർ വന്നു, അത് വരുമ്പോൾ ഒന്ന് കറക്റ്റ് ഇതാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഇവിടെ ഒന്ന് കുറച്ചൊന്ന് ഇങ്ങോട്ട് വലിക്കാം. വലിച്ചിട്ട് നമുക്ക് ഇവിടെയാണോ നമ്മുടെ ബ്ലൗസിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വേറെ പിന്ന് കൂട്ടേണ്ട കാര്യമില്ല. വയറ് കാണുമെന്നുള്ളൊരു പേടിയോ അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ബ്ലൗസ് ഇട്ട് വരുമ്പോൾ ഇതായിരിക്കും. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഈ ഞൊറി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ കൂടെ കൈ ഇട്ടിട്ട് വേണം, ഈ ഞൊറിയുടെ ഇടയിൽ കൂടെ നമ്മൾ കൈ ഇട്ടിട്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. ഇനി നമുക്ക് ഇവിടെ അയൺ ചെയ്യാൻ നമ്മുടെ സ്ട്രെയിറ്റർ ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഞൊറി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ലാസ്റ്റ് ഒന്ന് ഒതുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് വേണമെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഉള്ളിൽ കൂടെ ഒന്ന് ഇത് അയൺ ചെയ്ത് കൊടുക്കണം, നല്ലതായിരിക്കും. അല്ലാണ്ട് നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഉള്ളിക്കൂട് സെറ്റാക്കി ഇവിടെയും കൂടി കൊടുത്താൽ ഈ ഞൊറിയിൽ തന്നെ ഇങ്ങനെ താഴോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഈ സൈഡിലും ഞൊറി കിട്ടും. എൻ്റെ ഇവിടെ എല്ലാ ഞൊറികളും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ കുറച്ച് ഇങ്ങോട്ട് വലിച്ചാൽ ഇവിടെ ബൊങ്ങ് വന്ന് കിടക്കില്ല. അപ്പോൾ നമുക്ക് ഇവിടേക്കൊന്ന് വലിച്ച് വിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. നമ്മൾ വലിച്ച് വിട്ടു. ഇനി അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ടിലെ ഞൊറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കയറ്റിയിട്ട് ഇങ്ങോട്ട് വേണമെങ്കിൽ ഒന്ന് മടക്കി ഈ ഒരു ടൈപ്പിൽ മടക്കിയിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്യാം. ഇത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അതല്ല ഇങ്ങനെ പിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ മുകളിൽ താഴോട്ട് കുറച്ചതാക്കിയിട്ട് ഇവിടെ ഒന്ന് വലിച്ചു വിട്ടാൽ മതി. എന്നിട്ട് ഇവിടെ നമ്മൾ പിന്നൊന്നും ചെയ്യണ്ട. നമുക്ക് ലാസ്റ്റ്
അപ്പോൾ നമ്മുടെ സെറ്റ് മുണ്ട് നമ്മൾ ഉടുത്ത് കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ബ്ലൗസ് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ വയറൊന്നും കാണില്ല. ഞാനിവിടെ ഇവിടെ നമുക്കിനി വേണമെങ്കിൽ നിങ്ങൾക്കിനി ഇവിടെ കുത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഒന്നാമത്തെ പീറ്റല്ലേ, ഇതിൻ്റെ അടിയിൽ ഈ രണ്ടാമത്തെ പീറ്റ് നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വലിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കൂട്ടി ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഞൊറിയുടെ ഞാൻ ഇവിടെ ആയിട്ടാണ് കുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹൈറ്റ് നമുക്ക് ഒരു വീതി ഇവിടെ കിട്ടുന്നതുകൊണ്ട് എനിക്കിവിടെ പിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാൻ അവിടെ പിൻ ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. എനിക്കിതോടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ ക്രോസ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് നല്ല ലുക്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ബാക്കിലെ ലുക്ക് വന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സൈഡിലൊക്കെ ഞൊറി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി താഴേക്കുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ താഴത്തെ ലുക്ക്. നമുക്കിവിടെ നടക്കുമ്പോൾ ഒന്നും ഇതാവുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ഇതൊന്നും കാണുന്നില്ല. ആരെങ്കിലും ഒന്ന് പൊക്കി നോക്കുമ്പോൾ മാത്രമേ കാണുള്ളൂ. നമുക്കിവിടെ നടക്കുമ്പോൾ ഒന്നും അങ്ങനെ വൃത്തിയിടില്ല. നമ്മൾ അടിയിലൊരു ലെഗിൻസോ അല്ലെങ്കിൽ 3/4 പാൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സെറ്റ് മുണ്ട് ഇവിടെ ഉടുത്ത് കഴിഞ്ഞു. പിന്നൊക്കെ നമുക്ക് അഴിച്ചിട്ട് നമുക്ക് പിന്ന് കുത്താൻ ഇഷ്ടമല്ലാത്തവരായിരിക്കും ഒരുവിധം എല്ലാവരും കേട്ടോ. അപ്പോൾ പിൻ ചെയ്യണം. അപ്പോൾ പിൻ ചെയ്തില്ലെങ്കിൽ പാറി പറന്ന് കിടക്കില്ലേ. അപ്പോൾ നമുക്ക് പിൻ ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു ചെറിയൊരു ട്രിക്കായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബാക്കിൽ വരുമ്പോൾ ഫ്രണ്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അഴിച്ചിട്ട് ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് പിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പിൻ ചെയ്തിട്ടില്ല എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റത്തെ ഈ ഒരു പീറ്റ് എടുത്തിട്ട് അത് മാറ്റിയിട്ട് ഇതിൻ്റെ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ പിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഇതിൻ്റെ ഇവിടെ പിന്നായിട്ട് അങ്ങനെ കാണാൻ പാടില്ല, ചെറിയ രീതിയിൽ കാണണം. അപ്പോൾ എന്നാലേ നമുക്ക് പിൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പിൻ ചെയ്തിട്ടില്ല. പെട്ടെന്ന് കാണുമ്പോൾ അതുപോലെ ഇവിടെയും കാണുമ്പോൾ പിൻ ചെയ്യാത്ത പോലെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പം ഇങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ കുഴപ്പമുണ്ടാവില്ല, അങ്ങനെ കടന്നോളും. ഇങ്ങനെ ഇത് തോന്നത്തും കൂടി ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. പിൻ ചെയ്തിട്ടുണ്ടെന്നേ അറിയില്ല കേട്ടോ. പിൻ ചെയ്യാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇവിടെയൊക്കെ പിൻ ചെയ്യണമെന്ന് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇവിടെയൊക്കെ പിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പിൻ ചെയ്യുമ്പോൾ ഒരുപാട് കുത്തി നമ്മൾ പിൻ ചെയ്യരുത്. കാരണം നമുക്ക് അഴിക്കേണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കപ്പും ഹെയർ സ്റ്റൈലും വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് 3 വീഡിയോ കണ്ടു നോക്കാം. പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലുക്കും ഈ കാര്യത്തെ ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.